നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. 7ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കളെയും ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ് മലയാളം കേരള പാഠാവലി. അതിലെ 5ാമത്തെ യൂണിറ്റ് ചെറുതിരയിൽ തെളിയും വലിയൊരു ലോകം. അതിലെ ഒരു പ്രവേശകവും അതുപോലെ പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്ന ഒരു പാഠഭാഗവുമാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രവേശകത്തിലെ ചിത്രമൊന്ന് നിങ്ങൾ നോക്കൂ. ഒരു മനുഷ്യന്റെ കൈപ്പിടിയിൽ ഒരു ലോകത്തെ വരച്ചു വച്ചിരിക്കുന്നു. ആ ലോകത്തിൽ എന്തൊക്കെയാണുള്ളത്? മൊബൈൽ ഫോണുണ്ട്, ടെലിവിഷനുണ്ട്, പത്രവാർത്തകളുണ്ട്, റോബോട്ടുണ്ട്, മനുഷ്യരുണ്ട്. എന്താണ് കൊളാഷ് എന്ന് നമുക്ക് നോക്കാം. വ്യത്യസ്തമായ ചിത്രങ്ങൾ പരസ്പരം ചേർത്ത് വെച്ച് ഒരു പുതിയ ആശയത്തെ വ്യക്തമാക്കുന്ന ഒരു കല തന്നെയാണ് കൊളാഷ്. കൊളാഷിൽ വിവിധ തരം ചിത്രങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ, പത്രവാർത്തകൾ, വർണ്ണ കടലാസുകൾ ഇവയെല്ലാം കടലാസിലോ ക്യാൻവാസിലോ ഒക്കെ ചേർത്ത് വെച്ച് ഏതെങ്കിലും ഒരു ആശയത്തെ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കി തരുന്നു. നമുക്ക് തന്നിട്ടുള്ള ഈ കൊളാഷിന്റെ ആശയം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മറ്റൊന്നുമല്ല, മനുഷ്യന്റെ കൈപ്പിടിയിലാണ് ഇന്ന് ലോകം. ഇന്നത്തെ ലോകം വിവര സാങ്കേതിക വിദ്യകൾ വളർന്ന് വികസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പലതരം സാങ്കേതിക ഉപകരണങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ടെലിവിഷനും കമ്പ്യൂട്ടറും റോബോട്ടും മൊബൈൽ ഫോണും ഇതൊന്നുമില്ലാത്ത ഒരു ലോകം നമുക്ക് ചിന്തിക്കാനേ സാധിക്കുകയില്ല. ഏതൊരു കാര്യവും നമ്മുടെ വിരൽത്തുമ്പിലൂടെ നമുക്ക് നേടിയെടുക്കാൻ ഇന്ന് സാധിക്കും. ഇത്രയുമാണ് ഇതിന്റെ ആശയമായിട്ട് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് ഒന്ന് പോകാം. പാഠത്തിന്റെ പേര് പെയ്തു തീരാത്ത സ്വപ്നം പോലെ. സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ. സിനിമ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ഇല്ല എന്ന് തന്നെ പറയാം. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ദൃശ്യകലാരൂപം തന്നെയാണ് ചലച്ചിത്രം അഥവാ സിനിമ. വിവിധ കലകളുടെയും സാങ്കേതിക വിദ്യയുടെയും സംയോജനമായ സിനിമ ശക്തമായ ഒരു ദൃശ്യകലാ മാധ്യമമാണ്. സിനിമയിൽ വിവിധ കലകളുണ്ട്, പലതരത്തിലുള്ള കലകളുണ്ട്. അഭിനയമുണ്ട്, നൃത്തമുണ്ട്, സംഗീതമുണ്ട്, ഇങ്ങനെ പലതും. അതുപോലെ പലതരം സാങ്കേതിക വിദ്യകളും സിനിമയുടെ നിർമ്മാണത്തിന് ആവശ്യമാണ്. ഇതെല്ലാം ചേർന്ന ശക്തമായ ഒരു ദൃശ്യകല തന്നെയാണ് സിനിമ. എന്താണ് ദൃശ്യകല? നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിക്കുന്ന കലയാണ് ദൃശ്യകല. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി സന്ദേശങ്ങൾ സിനിമയിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നുണ്ട്. സിനിമകളിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന പല കാര്യങ്ങളും പല പല സന്ദേശങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എല്ലാത്തരം സിനിമകളും ഇത്തരത്തിൽപ്പെട്ടവയാണ് എന്നില്ല. പണം വാരിക്കൂട്ടുന്നതിന് വേണ്ടി നിർമ്മിക്കുന്ന കമേഴ്ഷ്യൽ സിനിമകളിൽ ഇത്തരത്തിലുള്ള സന്ദേശങ്ങളോ നമുക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല. അതിൽ നൃത്തവും സംഗീതവും അടിപിടി കുസ്തിയൊക്കെ ഉൾപ്പെടുത്തി പണം ഉണ്ടാക്കാനുള്ള ചില തന്ത്രങ്ങൾ മാത്രമായിരിക്കും കാണുക. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ചിൽഡ്രൻ ഓഫ് ഹെവൻ അല്ലെങ്കിൽ സ്വർഗത്തിലെ കുട്ടികൾ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ചലച്ചിത്രത്തെ കുറിച്ചാണ്. മജീദ് മജീദി എന്ന ഇറാനിയൻ സംവിധായകന്റെ ചലച്ചിത്രമാണ് ഇത്. ഇറാനിയൻ ഭാഷയിൽ നിർമ്മിക്കപ്പെട്ട ഈ ചലച്ചിത്രം 1997 റിലീസ് ചെയ്തത്. ഓസ്കാർ അവാർഡിന് വരെ പരിഗണിക്കപ്പെട്ട ഒരു ചലച്ചിത്രമാണ് ഇത് എന്ന് നമുക്ക് പറയാം. ലോകത്ത് ഉണ്ടായിട്ടുള്ള കുട്ടികളുടെ ചലച്ചിത്രങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു ചലച്ചിത്രം കൂടിയാണ് സ്വർഗത്തിലെ കുട്ടികൾ അഥവാ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന ചലച്ചിത്രം. അലി എന്ന 9 വയസ്സുകാരന്റെയും അവന്റെ സഹോദരി സാറ എന്ന പെൺകുട്ടിയുടെയും ജീവിതത്തിലൂടെ ഈ സിനിമ മുന്നോട്ട് പോകുന്നു. നമുക്ക് സിനിമയുടെ ആശയത്തിലേക്കൊന്ന് വരാം. മജീദ് മജീദി സംവിധാനം ചെയ്ത സ്വർഗത്തിലെ കുട്ടികൾ അഥവാ ചിൽഡ്രൻ ഓഫ് ഹെവൻ ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഇറാനിയൻ സിനിമയായിരിക്കും.
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വടക്കു തൊട്ട് തെക്ക് വരെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ഇറാനിയൻ ചലച്ചിത്രമാണ് കുട്ടികളുടെ സിനിമയായ സ്വർഗത്തിലെ കുട്ടികൾ അഥവാ ചിൽഡ്രൻ ഓഫ് ഹെവൻ. ചലച്ചിത്രോത്സവങ്ങളിലും മുതിർന്നവരുടെയും കുട്ടികളുടെയും ചരിത്ര പഠന ക്ലാസുകളിലും നിരവധി തവണ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ സിനിമ ജീവിതത്തിന്റെ ദുരിതവൃത്തങ്ങളുടെ നരകത്തിൽ നിന്നും ആഹ്ലാദത്തിന്റെയും പ്രതീക്ഷയുടെയും സ്വർഗങ്ങളിലേക്ക് എങ്ങനെയാണ് കുട്ടികൾ സഞ്ചരിക്കുന്നതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും. ഈ സിനിമ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ചലച്ചിത്രോത്സവങ്ങളിലും അതുപോലെ ചലച്ചിത്ര പഠന ക്ലാസുകളിലും പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ സിനിമയുടെ പ്രമേയം ജീവിതത്തിലെ ദുരിതവൃത്തങ്ങളാകുന്ന നരകങ്ങളിൽ നിന്ന്, മനുഷ്യ ജീവിതത്തില് ദുഃഖങ്ങളുമുണ്ട് സന്തോഷങ്ങളുമുണ്ട്, സുഖദുഃഖ സമ്മിശ്രമാണ് മനുഷ്യ ജീവിതം. ജീവിതത്തിലെ ദുഃഖം നിറഞ്ഞ അവസ്ഥയാണ് നരക ജീവിതം, സന്തോഷം നിറഞ്ഞ അവസ്ഥയാണ് സ്വർഗജീവിതം. ഇവിടെ അങ്ങനെയുള്ള ആ നരക ജീവിതത്തിൽ നിന്നും സന്തോഷം നിറഞ്ഞ സ്വർഗീയ ജീവിതത്തിലേക്ക് പോകുന്ന ആ കുട്ടികളുടെ സഞ്ചാരത്തെയാണ് ആവിഷ്കരിക്കുന്നത്. വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലെ 9 വയസ്സുള്ള അലി എന്ന ആൺകുട്ടിയെയും അവന്റെ ഇളയ സഹോദരി സാറയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ടാണ് അപൂർവമായ ഒരു കാഴ്ചാനുഭവമായി മാറുന്ന ഈ സിനിമ വികസിക്കുന്നത്. ഈ സിനിമ അപൂർവമായ ഒരു കാഴ്ചാനുഭവം തന്നെയാണെന്ന് പറയുന്നു. അപൂർവം എന്ന് വെച്ചാൽ അധികം കാണാത്ത അപൂർവമായ ഒരു കാഴ്ചയുടെ അനുഭവം തന്നെയാണ് ഈ സിനിമ, സ്വർഗത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന ചലച്ചിത്രം. ഈ ചലച്ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. 9 വയസ്സുള്ള അലി, അവന്റെ സഹോദരി സാറ, അവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. എന്നാൽ ഈ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ തോന്നാം, ഇത് ഒരു സാധാരണ കഥയാണല്ലോ, എത്രയെത്ര സിനിമകളിലും മറ്റുമാണ് ഇത്തരത്തിലുള്ള ഒരു കഥ പ്രമേയമായിട്ട് വന്നിട്ടുള്ളത്, വലിയ പുതുമയൊന്നും ഈ കഥയ്ക്കില്ലല്ലോ എന്ന് തോന്നിയേക്കാം. എന്നാൽ അപൂർവവും അസാധാരണവുമായ ഒരു അനുഭവമായിട്ട് ആ കഥയെ ദൃശ്യവൽക്കരിക്കുകയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. സാധാരണമായ ആ സിനിമയെ ഒരു അപൂർവമായ ദൃശ്യ ആവിഷ്കാരമായിട്ട് മാറ്റുകയാണ് ഈ സിനിമ. സിനിമ തുടങ്ങുന്നത് സാറയുടെ കീറിപ്പോയ ഷൂസ് തുന്നിച്ചു കൊണ്ടുവരുന്ന വഴി അലിയുടെ പക്കൽ നിന്നും അത് നഷ്ടപ്പെടുന്നിടത്താണ് എന്നതാണ്. അലി സാറയുടെ പഴയ ഷൂസ് തുന്നിക്കാൻ ഒരു തുന്നൽക്കാരന്റെ അടുത്ത് കൊണ്ടുപോകുന്നു. അയാൾ അത് തുന്നിക്കൊടുക്കുന്നു. മടങ്ങുന്ന അവസരത്തിൽ അലി പച്ചക്കറി വാങ്ങാൻ ഒരു പച്ചക്കറി കടയിൽ കയറുകയാണ്. ഷൂസിരുന്ന കവർ അവൻ പുറത്തു വയ്ക്കുന്നു. അകത്തുപോയി പച്ചക്കറി വാങ്ങുന്നതിനിടയിൽ വേസ്റ്റ് എടുക്കാൻ വരുന്ന ഒരു മനുഷ്യൻ വേസ്റ്റുകളോടൊപ്പം അലി അവിടെ വെച്ച ആ ഷൂസ് ഇരുന്ന കവർ കൂടി കൊണ്ടുപോകുന്നു. പച്ചക്കറിയും മറ്റും വാങ്ങി പുറത്തു വരുന്ന അലി അത് കാണാതെ ആകെ പരിഭ്രാന്തനാകുന്നു. അവൻ അവിടെയെല്ലാം പരതി നോക്കുകയാണ്. ഷൂസ് ആ പെട്ടികളുടെ ഇടയിലെങ്ങാനും വീണുപോയിട്ടുണ്ടോ, ആ കവർ അവിടെ എങ്ങാനും ഉണ്ടോ എന്ന്. ഇതിനിടയിൽ അവന്റെ ആ പരതലിനിടയിൽ അവിടെ വെച്ചിരുന്ന പച്ചക്കറി കുട്ടകളും ചാക്കുകളും എല്ലാം മറിഞ്ഞു വീണ് പച്ചക്കറി ചിതറിപ്പോകുന്നു. ഇത് കണ്ട ആ കടക്കാരൻ അവനെ ശകാരിക്കുന്നു. അങ്ങനെ ഷൂസ് നഷ്ടപ്പെട്ട ദുഃഖവും അതോടൊപ്പം ശകാരവും കേട്ട് കരഞ്ഞുകൊണ്ട് അവൻ അവന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുകയാണ്. ഇവിടെയാണ് കഥ ആരംഭിക്കുന്നത്. അവൻ വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്നത് അതീവ ദയനീയമായ ഒരു കാഴ്ചയാണ്. അവർ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീടിന്റെ ഉടമസ്ഥൻ വാടക അലിയുടെ പിതാവ് കൊടുക്കാതിരുന്നതിനാൽ വീട്ടിനകത്തുള്ള സാധനങ്ങളെല്ലാം വലിച്ച് പുറത്തേക്ക് എറിയുന്ന കാഴ്ച. അങ്ങനെ എല്ലാവിധത്തിലും ദുഃഖിതനായ അലി, അവന്റെ മുഖം നമ്മുടെ മനസ്സിൽ അവനെ പോലെ തന്നെ ദുഃഖം നിറയ്ക്കും. അത്രമാത്രം തന്മയത്വത്തോടുകൂടി ആ കഥാപാത്രമായിട്ട് ആ ചെറിയ കുട്ടി അവിടെ അഭിനയിക്കുന്നുണ്ട്. അവൻ വീട്ടിലെത്തിയിട്ട് ഷൂസ് നഷ്ടമായ വിവരം ബാപ്പയെയും ഉമ്മയെയും അറിയിക്കുന്നില്ല. പുതിയതൊന്നും വാങ്ങാനാവാത്ത വിധത്തിൽ അയാൾ അതിദാരിദ്ര്യത്തിലാണെന്ന് അവനറിയാം. അവന് അടി കിട്ടുമെന്ന് കരുതി സഹോദരിയും ആ വിവരം ഒളിച്ചു വെച്ചു.
അപ്പോൾ ഷൂസ് തുന്നാൻ പോയ അലിയെയും കാത്ത് അവന്റെ സഹോദരി സാറ വീടിനകത്ത് ഇരിക്കുകയായിരുന്നു. അലി വന്നപ്പോൾ ഷൂസ് എവിടെ എന്നവൾ ചോദിക്കുന്നു. അവൻ ദുഃഖത്തോടെ ഷൂസ് നഷ്ടപ്പെട്ട കാര്യം പറയുകയാണ്. എന്നാൽ ഷൂസ് നഷ്ടപ്പെട്ട വിവരം അവൻ അവന്റെ മാതാപിതാക്കളോട് പറയുന്നില്ല. അതിന് കാരണം അവന്റെ പിതാവിന് പുതിയൊരു ഷൂസ് വാങ്ങിത്തരാനുള്ള സാമ്പത്തികമില്ല, പണമില്ല. അവൻ അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഷൂസ് നഷ്ടപ്പെട്ട വിവരം പറയുന്നില്ല. എന്നാൽ സഹോദരി അവന് അടികിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരിക്കുന്നത്. ഇവിടെ കഷ്ടം മറ്റൊന്നുമല്ല, അവർക്ക് സ്കൂളിൽ ഇട്ടോണ്ട് പോകാൻ ആ ഒരു ഷൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാറയ്ക്ക് മറ്റൊരു ഷൂസ് ഇല്ല. അങ്ങനെ പിറ്റേ ദിവസമായി, സ്കൂളിൽ പോകാൻ സമയമായി. അലിയും സാറയും തമ്മിൽ ഒരു തീരുമാനത്തിലെത്തുകയാണ്. എന്താണ് ആ തീരുമാനം? അലിയുടെ ഷൂസ് സാറയ്ക്ക് ധരിക്കാൻ കൊടുക്കാം. സാറയ്ക്ക് ഉച്ചവരെയാണ് ക്ലാസ്, അലിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ക്ലാസ്. ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് സാറ തിരിച്ചു വരുമ്പോൾ സാറയുടെ കയ്യിൽ നിന്നും ഷൂസ് വാങ്ങി അലിക്ക് ധരിക്കാം. അങ്ങനെ അലിക്ക് സ്കൂളിൽ പോകാം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സാറ അലിയുടെ ഷൂസ് ധരിച്ച് സ്കൂളിൽ പോവുകയാണ്. അല്പം വലിപ്പം കൂടുതലായതുകൊണ്ട് അവൾ വളരെ ക്ലേശിച്ചിട്ടാണ് ആ ഷൂസ് ധരിച്ച് സ്കൂളിൽ പോകുന്നത്. അലിയാണെങ്കിലോ സാറ സ്കൂളിൽ നിന്നും വരുന്നത് കാത്ത് വഴിയിലങ്ങനെ ഒരുങ്ങി നിൽക്കും. എന്നിട്ട് വേഗത്തിൽ അവളുടെ കാലിൽ നിന്നും ഷൂസ് ഊരിയെടുത്തിട്ട് അവൻ അതിട്ടുകൊണ്ട് ഓടുകയാണ്, നടക്കുകയല്ല. എന്തിനാണ് അവൻ ഓടുന്നത്? അവന് നേരം വൈകുന്നതിന് മുമ്പ്, ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് സ്കൂളിലെത്തണം. അതീവ വേഗതയിൽ ഓടുന്ന ആ കുട്ടിയുടെ ആ ചിത്രം നമ്മളെ വേദനിപ്പിക്കുക തന്നെ ചെയ്യും. എത്ര ഓടിയിട്ടും അവൻ നേരം വൈകി തന്നെയാണ് സ്കൂളിൽ എന്നും എത്തിച്ചേരുക. പ്രിൻസിപ്പലിന്റെ ശിക്ഷയൊക്കെ അവൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. അദ്ദേഹം അവനെ വൈകി എത്തുന്നത് കൊണ്ട് പലതരത്തിലുള്ള ശിക്ഷകൾ കൊടുത്തിരുന്നു. അങ്ങനെ ഓരോ ദിനങ്ങളും അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ദുരിതങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് നോക്കൂ. ഇന്നത്തെ കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഒരു ഷൂസ് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അതെവിടെയെങ്കിലും കീറിപ്പൊളിഞ്ഞു പോയാൽ അന്ന് തന്നെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഷൂസ് പോയി, എനിക്ക് പുതിയതൊരെണ്ണം വേണം എന്ന് പറയും. അന്ന് തന്നെയോ പിറ്റേന്നോ പുതിയ ഷൂസ് അച്ഛനും അമ്മയും അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കുന്ന കുട്ടികളാണ് ഇന്ന് ലോകത്ത് കൂടുതലായിട്ടും ഉള്ളത്, നമ്മുടെ ഇടയിൽ പോലും. ഇവിടെ അലിയുടെയും സാറയുടെയും കാര്യം ഒന്ന് നോക്കൂ. സാറയ്ക്ക് ഒരു ഷൂസേ ഉള്ളൂ, അത് നഷ്ടപ്പെട്ടു പോയി. പുതിയതൊരെണ്ണം വാങ്ങാൻ അവരുടെ പിതാവിന്റെ കയ്യിൽ പണമില്ല. അതുകൊണ്ട് ആ ഉള്ള അലിയുടെ ഷൂസ് കൊണ്ട് തന്നെ രണ്ടുപേരും മാറി മാറി ധരിച്ച് സ്കൂളിൽ പോകുന്നു. പരമദയനീയമായ ഒരു അവസ്ഥ തന്നെ, അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ സ്കൂളിൽ ഇതാ ഒരു മത്സരം നടക്കുകയാണ്. മറ്റൊന്നുമല്ല, ഒരു മാരത്തോൺ ഓട്ട മത്സരം. നമ്മുടെ അലി ഓട്ട മത്സരത്തിന് ചേരുന്നില്ല ആദ്യം. അങ്ങനെ മത്സരത്തിലെ സെലക്ഷനൊക്കെ കഴിഞ്ഞു. കുറെ കുട്ടികളെ PT സാറ് സെലക്ട് ചെയ്തു. എന്നാൽ ആ സന്ദർഭത്തിൽ നമ്മുടെ അലി ഒരു നോട്ടീസ് കാണുകയാണ് മത്സരത്തിന്റെ. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മത്സരിക്കുന്നതിൽ 1ാം സ്ഥാനത്തെത്തുന്ന ആൾക്ക് 3 ആഴ്ചത്തെ ഉല്ലാസയാത്രയും കൂട്ടത്തിൽ ഒരു സ്പോർട്സ് സ്യൂട്ടും, 2ാം സ്ഥാനത്തെത്തുന്ന ആൾക്ക് 2 ആഴ്ചത്തെ ഉല്ലാസയാത്രയും കുറച്ച് പഠന സാമഗ്രികളും, 3ാം സ്ഥാനത്തെത്തുന്ന ആൾക്ക് 1 ആഴ്ചത്തെ ഉല്ലാസയാത്രയും 1 ജോഡി ഷൂസും. ആ 3ാമത്തെ സമ്മാനം അവന്റെ മനസ്സിൽ ഉടക്കുകയാണ്. എനിക്ക് 3ാം സമ്മാനം വേണം. അങ്ങനെ എനിക്ക് ആ ഷൂസ് കിട്ടണം. അത് എന്റെ സാറയ്ക്ക് കൊടുക്കണം. സാറയ്ക്ക് അത് കടയിൽ കൊണ്ടുപോയി കൊടുത്ത് അവൾക്ക് പറ്റിയ 2 ഷൂസ് വാങ്ങിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളാൽ അവനാകെ സന്തോഷിക്കുകയാണ്. അവൻ അധ്യാപകന്റെ അടുത്ത് ചെന്ന് പറയുന്നു, എനിക്കും ഓട്ട മത്സരത്തിൽ പങ്കെടുക്കണം. പക്ഷെ സെലക്ഷൻ കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് അധ്യാപകൻ ആദ്യം അവനെ മടക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവന്റെ കരച്ചിലും അവന്റെ ദുഃഖവും എല്ലാം കണ്ട് മനസ്സലിഞ്ഞ അധ്യാപകൻ ഒടുവിൽ അവനെ മത്സരിക്കാൻ സമ്മതിക്കുന്നു. അങ്ങനെ മത്സരം തുടങ്ങുകയാണ്. ധാരാളം കുട്ടികൾ, മറ്റ് സ്കൂളുകളിൽ നിന്ന് പോലും ആ മത്സരത്തിൽ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. തന്റെ പഴകി ദ്രവിച്ച കീറിയ ആ ഷൂസും ഇട്ടുകൊണ്ടാണ് അലി ഓടാൻ എത്തിയിരിക്കുന്നത്. മറ്റു കുട്ടികളുടെയൊക്കെ കാലിൽ നല്ല വിലയുള്ള പുതിയ ഷൂസുകളാണ് അവൻ കാണുന്നത്. എന്നാലും അവൻ ഓടുന്നു.
ഓട്ടം തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ അലിക്ക് മനസ്സിലാവുകയാണ് താനാണ് ഒന്നാമത് ഓടുന്നത് എന്ന്. അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിന്റെ അടുത്തെത്താറായപ്പോൾ അവൻ മനഃപൂർവ്വം തന്റെ പുറകിലോടുന്ന കുട്ടിയെ മുന്നിലേക്ക് കടത്തിവിടുന്നു. അങ്ങനെ അവൻ രണ്ടാമതാകുന്നു. വീണ്ടും തന്റെ പുറകിൽ വരുന്ന കുട്ടിയെ അവൻ മുന്നിലേക്ക് കടത്തിവിടുന്നു. അങ്ങനെ അവൻ മൂന്നാമതാകുന്നു. അവന് 3-ാം സ്ഥാനം മതി. അതിന്റെ കാരണം നമുക്കറിയാം, 1ഉം 2ഉം വേണ്ട. പക്ഷേ അവിടെ ഒരു ഭാഗ്യദോഷം എന്ന് തന്നെ പറയാം. അവന്റെ പുറകിൽ വരുന്ന 4ാമതായി വരുന്ന കുട്ടി അവനെ തള്ളി താഴത്തിടുകയാണ്. അങ്ങനെ അവന് ഒരു സമ്മാനവും കിട്ടാൻ സാഹചര്യമില്ലാത്തൊരവസ്ഥയിൽ എത്തുമ്പോൾ അവൻ അവിടെ നിന്നും ചാടി എഴുന്നേറ്റിട്ട് ഒരൊറ്റ കുതിപ്പാണ് ഫിനിഷിംഗ് പോയിന്റിലേക്ക്. അതിന്റെ ഫലമായിട്ട് 3ാം സ്ഥാനത്തിന് പകരം അവന് ആ കുതിപ്പിൽ 1ാം സ്ഥാനം ലഭ്യമാകുന്നു. സ്കൂളിലെ അധ്യാപകരും മറ്റു കുട്ടികളുമൊക്കെ അവനെ സന്തോഷത്തോടെ എടുത്തുയർത്തി അവരുടെ ആഹ്ലാദം പങ്കിടുകയാണ്. അവന് വിവിധ തരത്തിലുള്ള സമ്മാനങ്ങൾ നൽകുകയാണ്. കുനിഞ്ഞ ശിരസോടെ അവൻ അതെല്ലാം ഏറ്റുവാങ്ങുന്നു. ഒടുവിൽ അവൻ ശിരസ് ഉയർത്തുമ്പോഴാണ് നമ്മൾ അവന്റെ മുഖം കാണുന്നത്. മറ്റൊന്നുമല്ല, അവന്റെ 2 കണ്ണുകളും നിറഞ്ഞ് കണ്ണുനീർ ഒഴുകുകയാണ്. അവൻ ആ 1ാം സമ്മാനം വേണ്ടായിരുന്നു. അവന് വേണ്ടത് 3ാം സമ്മാനമായിരുന്നു. കാരണം ആ 3ാം സമ്മാനമാണ് അവൻ ആഗ്രഹിച്ചത്. അവന് ഷൂസ് കിട്ടും, അത് തന്റെ സഹോദരിക്ക് കൊടുക്കാം. പക്ഷെ ഇവിടെ 3ാം സമ്മാനം ലഭ്യമാകാത്തതിലുള്ള അതീവ വേദന അവന്റെ ആ മുഖത്ത് അപ്പോൾ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. അവനെ പോലെ ആ വേദന സിനിമ കാണുന്ന നമ്മുടെ ഉള്ളിലേക്കും പകരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ അവൻ തന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഷൂസ്, ഓട്ടത്തിനിടയിൽ ആ ഷൂസ് പൂർണ്ണമായിട്ടും നശിച്ചു പോയിരുന്നു, ഇനിയും ഇടാൻ പറ്റാത്ത വിധമായി പോയിരുന്നു. ആ ഷൂസുമായിട്ട് അവൻ വീട്ടിലെത്തുന്നു. അവരുടെ വീടിന്റെ മുൻപിൽ ഒരു ചെറിയ കുളമുണ്ട്. ആ കുളത്തിന്റെ വക്കിൽ അവന്റെ അനിയത്തി സാറ അവനെ കാത്തിരിക്കുകയാണ്. പുതിയ ഷൂസുമായിട്ട്, സമ്മാനം കിട്ടിയ ഷൂസുമായിട്ട് വരുന്നത് കാത്ത്. എന്നാൽ നടന്ന സംഭവങ്ങൾ അവൻ ദുഃഖത്തോടെ അവളോട് പറയുന്നു. അങ്ങനെ അവൾ തിരിച്ച് വീടിനകത്തേക്ക് പോകുമ്പോൾ അവൻ തന്റെ കാലിലെ ഷൂസ് അഴിച്ചു മാറ്റുകയാണ്. ആ പൊളിഞ്ഞ ഷൂസ് മാറ്റിക്കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അത്രയും കഠിനമായ മത്സരത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് അവന്റെ 2 കാലുകളിലും മുറിവുകൾ ഉണ്ടായതാണ്. ചോര പൊടിഞ്ഞു നിൽക്കുന്ന അനേകം മുറിവുകൾ. അവൻ തന്റെ കാലുകൾ ആ ചെറിയ കുളത്തിലേക്ക് ഇറക്കി വെക്കുന്നു. ആ കുളത്തിൽ വർണ്ണ മത്സ്യങ്ങളുണ്ട്. ആ മത്സ്യങ്ങൾ അവന്റെ ആ മുറിവ് പറ്റിയ കാലുകളിൽ, അവന്റെ ആ വീർത്ത പാദങ്ങളിൽ പതുക്കെ വന്ന് സ്പർശിച്ചു, മുത്തമിട്ടു. മനസ്സിൽ ഒരു വേദന അവശേഷിപ്പിച്ചുകൊണ്ട് അങ്ങനെ സിനിമ അവസാനിക്കുന്നു. ഇതാണ് സിനിമയുടെ അവസാനം. പക്ഷെ ഇതിനിടയിൽ ഒരു ചെറിയ രംഗമുണ്ട്. അവന്റെ പിതാവ് അന്നത്തെ ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ അലിക്കും സാറയ്ക്കും വേണ്ടിയിട്ട് പുതിയ ഷൂസുകൾ തന്റെ സൈക്കിളിൽ വെച്ചു കൊണ്ടുവരുന്ന ഒരു രംഗം. ആ അവരുടെ അടുത്ത് പിതാവ് എത്തുന്ന ആ രംഗം ഇവിടെ കാണിക്കാത്തത് കൊണ്ടാണ് വേദന അവശേഷിപ്പിച്ചുകൊണ്ട് എന്ന് പറയുന്നത്. ഇനിയും അലിയുടെ വീട്ടിലേക്കൊന്ന് പോകാം. രോഗിയായ ഭാര്യ, 3 കുട്ടികൾ, ജീവിക്കാൻ മതിയായ വരുമാനം ലഭിക്കാത്ത ഒരു ജോലി. ഈ അവസ്ഥയിൽ ഉരുകി ഒലിക്കുമ്പോഴും ചില മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബനാഥൻ. ഒരു ചുമയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമക്കുന്നത്. സോറി, ക്ഷമിക്കുക. ഇവിടെ കുടുംബനാഥനെ കുറിച്ചാണ് പറയുന്നത്. കുടുംബനാഥൻ എങ്ങനെയുള്ള ആളാണ്? ഭാര്യ രോഗിയാണ്, 3 മക്കളുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഇവരെ എല്ലാം പോറ്റുന്നതിനാവശ്യമായ വരുമാനവുമില്ല. എന്നാലും മൂല്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ട്, സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പിതാവിന്റെ ദാരിദ്ര്യവും ദൈന്യവും അറിഞ്ഞു ജീവിക്കുന്ന കുട്ടികൾ, അത് നമ്മൾ പഠിച്ചല്ലോ. പുതിയ ഷൂസ് വാങ്ങിക്കുവാൻ തന്റെ പിതാവിന്റെ കയ്യിൽ പണം ഉണ്ടായിരിക്കുകയില്ല. ആ കാരണം കൊണ്ട് തന്റെ കുട്ടികൾക്ക് ഷൂസ് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം വേദനിക്കും എന്ന് മനസ്സിലോർക്കുന്ന അലിയും സാറയും. അപ്പോൾ തന്റെ വീട്ടിലെ കഷ്ടപ്പാടുകളെ കുറിച്ച് പൂർണ്ണമായിട്ട് ബോധ്യമുള്ളതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന 2 കുട്ടികളെയാണ് നമ്മൾ അലിയിലും സാറയിലും കാണുന്നത്. ഒരിക്കൽ സ്കൂളിൽ നിന്നും തിരിച്ചു ഓടുമ്പോൾ, ആ ഉച്ചനേരത്തെ സാറ അതിവേഗതയിലാണ് ഓടുന്നത്, എത്രയും വേഗം തന്റെ സഹോദരന് ഷൂസ് കൊടുക്കാനായിട്ട്. അങ്ങനെ ഓടുന്നതിനിടയിൽ അവളുടെ ഷൂസ് ഒരു ഓടയിലേക്ക് വീണു പോകുന്നുണ്ട്.
ഒന്നാമത് ആ ഷൂസ് അവൾക്ക് അല്പം വലുതാണ്, കാലിൽ അങ്ങനെ ഫിറ്റ് അല്ല. അതുകൊണ്ട് അവൾ വേഗതയിൽ ഓടുന്ന വഴി ഷൂസ് തെറിച്ച് ഒരു ഓടയിൽ വീഴുന്നു. നല്ല ഒഴുക്കുള്ള വെള്ളമാണ് ആ ഓടയിൽ. ആ വെള്ളത്തിലൂടെ ഷൂസ് അങ്ങനെ ഒഴുകി പോകുമ്പോൾ അവൾ അത് എടുക്കാനായിട്ട് ഒരുപാട് നേരം ഓടുന്നുണ്ട്. ഒഴുകിപ്പോകുന്ന ഷൂസിന്റെ പിറകെ അവൾ നിലവിളിച്ചോടുന്ന ആ നിസ്സഹായമായ ദൃശ്യം വളരെ സങ്കടകരമാണ്. തന്റെ ജ്യേഷ്ഠൻ, തന്റെ സഹോദരൻ വഴിയിൽ അങ്ങനെ തന്നെയും കാത്ത് ഈ ഷൂസിന് വേണ്ടി ഇരിപ്പുണ്ടാകും എന്നവൾക്കറിയാം. എന്നാൽ ഷൂസ് വെള്ളത്തിൽ വീഴുകയും ചെയ്തു. അവളുടെ ദുഃഖം എത്ര വലുതായിരിക്കും. അവൾ നിലവിളിക്കുകയാണ്, എന്നിട്ടാണ് ഷൂസിന് വേണ്ടി ഓടുന്നത്. അങ്ങനെ ഓടി ആ ഷൂസ് ഒരു സ്ഥലത്ത് തടഞ്ഞു നിൽക്കുമ്പോൾ അവൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. അവളുടെ ദുഃഖവും സങ്കടവും കരച്ചിലും ഒക്കെ കണ്ടിട്ട് ഒരു വൃദ്ധൻ അവൾക്ക് അത് എടുത്തു കൊടുക്കുന്ന ഒരു രംഗവും ഈ സിനിമയിലുണ്ട്. അങ്ങനെ ആ വെള്ളത്തിൽ നിന്നും എടുത്ത നനഞ്ഞ ഷൂസുമായി അവൾ ഓടി അലിയുടെ അടുത്തേക്ക് എത്തുന്നു. നേരം വൈകിയിരിക്കുന്നു. അലി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. താമസിച്ചതിലുള്ള അവന്റെ കുറ്റപ്പെടുത്തലിൽ അവൾ കരഞ്ഞു പോകുന്നുണ്ട്. അത്രയും വൈകിയപ്പോൾ, നീ എന്തുകൊണ്ടാണ് വൈകിയത്? ഞാൻ എത്ര നേരമായി കാത്തു നിൽക്കുന്നു, എനിക്ക് സ്കൂളിലെത്താൻ നേരം വൈകില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുകൂടി കേട്ടപ്പോൾ അവൾ ആകെ കരഞ്ഞു പോവുകയാണ്. അത്രമാത്രം വേദനിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അവൾ ഓടിയെത്തിയിരിക്കുന്നത്. സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും അവൾ പൊട്ടിത്തെറിക്കുകയാണ്. എന്നിട്ട് ഷൂസ് നഷ്ടപ്പെട്ട വിവരം ഞാൻ പിതാവിനോട് പറയുമെന്നും അവൾ പറയുന്നു. താൻ ഇത്രയും കഷ്ടപ്പെട്ട് ഓടി വന്നിട്ടും അലി തന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ അവൾ പറയുന്നു, ഞാൻ ഷൂസ് നഷ്ടപ്പെടുത്തിയ വിവരം തന്റെ പിതാവിനോട് പറയുമെന്ന്. അത് കേട്ടപ്പോൾ അലി പറയുന്നതൊന്നും ശ്രദ്ധിക്കൂ. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം തന്നെയാണ് ഇത്. നീ പറഞ്ഞോളൂ, എനിക്ക് അടി കിട്ടുമെന്ന് പേടിച്ചല്ല ഞാൻ ഇതുവരെ ഈ വിവരം ബാപ്പയോട് പറയാഞ്ഞത്. പുതിയ ഒരെണ്ണം വാങ്ങിച്ചു തരാൻ അദ്ദേഹത്തിനെ കൊണ്ട് ആവില്ല. ആ ദുഃഖം എന്തിന് അദ്ദേഹം സഹിക്കണം എന്ന് കരുതിയാണ്. ചിന്തിച്ചു നോക്കൂ, നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുമോ? ഒരിക്കലുമില്ല, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്ത് ഇപ്പൊ നിങ്ങൾ തന്നെ ആയാലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഷൂസോ അല്ലെങ്കിൽ ബുക്കോ പുസ്തകമോ പേനയോ എന്തു ആകട്ടെ, ബാഗോ എന്തു ആകട്ടെ, അത് മോശമായാൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ അലിയുടെ ചിന്താഗതിയിലിരിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ തന്നെ വീട്ടിൽ ചെല്ലുന്നു, വിവരം പറയുന്നു, എനിക്ക് ഇപ്പോൾ തന്നെ പുതിയ ബാഗ് വേണം അല്ലെങ്കിൽ കുട വേണം, അങ്ങനെ ആവശ്യപ്പെടുന്നു. ആ നിമിഷം തന്നെ അത് കടകളിൽ പോയി വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഇടയിലുള്ളത്. ഇവിടെ അലി പറയുന്നത് കേൾക്കൂ, നീ പറഞ്ഞോളൂ, പക്ഷെ എനിക്ക് അടി കിട്ടുന്നതിൽ ഒരു പേടിയുമില്ല. അടി കിട്ടുമെന്ന് പേടിച്ചല്ല ഞാൻ ഇതുവരെ പറയാതിരുന്നത്. ഞാനിത് ബാപ്പയോട് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പുതിയ ഷൂസ് വാങ്ങിച്ചു തരാൻ സാധിക്കുകയില്ല. ആ ദുഃഖം എന്തിന് അദ്ദേഹം സഹിക്കണം? തന്റെ ബാപ്പ വിഷമിക്കും, എന്റെ മക്കൾക്ക് ഒരു പുതിയ ഷൂസ് വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവ് എനിക്കില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം ദുഃഖിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ പറയാഞ്ഞത്. നിനക്ക് നമ്മുടെ വീട്ടിലെ സ്ഥിതി അറിഞ്ഞുകൂടെ? കുട്ടികളാണെങ്കിലും അവർ അവരുടെ വീട്ടിലെ അവസ്ഥകൾ മനസ്സിലാക്കി തന്നെയാണ് ജീവിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടി, പിതാവിന് വളരെ കുറച്ച് വരുമാനമേ ഉള്ളൂ, ഉമ്മയാണെങ്കിൽ രോഗിയുമാണ്. ഇതെല്ലാം മനസ്സിലാക്കി ആ ജീവിതത്തിനനുസരിച്ചാണ് ആ കുട്ടികൾ ജീവിച്ചു പോകുന്നത്. നമ്മൾ ആ കുട്ടികളെ മാതൃകയാക്കി എടുക്കണം. നിങ്ങൾ ഓരോരുത്തരും അതുപോലെ ചെയ്യണം. നമ്മുടെ സാഹചര്യം നോക്കണം, നമ്മുടെ വീട്ടിലെ അവസ്ഥകൾ നോക്കണം. നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ വേദനിപ്പിക്കാതെ വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അങ്ങനെ സാറ ജീവിതത്തിന്റെ ഒരു പാഠം കൂടി അവിടെ പഠിച്ചു. തന്റെ സഹോദരനിൽ നിന്ന് മനസ്സിലാക്കുകയാണ്, നമ്മുടെ ഇല്ലായ്മ പറഞ്ഞ് നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത് എന്ന ഒരു പാഠം. അവൾ പിന്നൊന്നും പറഞ്ഞില്ല. അവൾ നിശബ്ദയായി. 2 കുട്ടികളുടെയും സ്കൂളിലേക്കുള്ള ഓട്ടവും തിരിച്ചുള്ള ഓട്ടവും കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള വൈകാരികതയുടെ ചില ദൃശ്യങ്ങൾ അപൂർവ അനുഭവങ്ങളാണ്. ഈ ചലച്ചിത്രത്തിൽ ഈ കുട്ടികൾ ഷൂസ് മാറി മാറി ധരിക്കാനുള്ള അതിനു വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കുറേ രംഗങ്ങളുണ്ട്. സാറ സ്കൂളിൽ നിന്നും ഉച്ചയ്ക്ക് അലിയുടെ അടുത്തേക്ക് ഓടുന്നു. അലി അത് ധരിച്ചുകൊണ്ട്, സാറ കൊടുക്കുന്ന ഷൂസ് ധരിച്ചുകൊണ്ട് അതിവേഗത്തിൽ സ്കൂളിലേക്ക് ഓടുന്നു. അങ്ങനെയുള്ള ഓട്ടം, ആ സീനുകൾ, ആ രംഗങ്ങൾ വളരെ വൈകാരിക തീവ്രത നിറഞ്ഞതാണ്. നമ്മളെ വേദനിപ്പിക്കുന്ന അപൂർവ അനുഭവങ്ങൾ തന്നെയാണ്. ഒരിക്കൽ സാറ തന്റെ നഷ്ടപ്പെട്ട ഷൂസ് അവളുടെ ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കണ്ടു. സ്കൂളില് അസംബ്ലി ഇങ്ങനെ നടക്കുകയാണ്. സാറ വെറുതെ ഇങ്ങനെ എല്ലാവരുടെയും ഷൂസുകൾ ശ്രദ്ധിച്ചപ്പോൾ കുറച്ചു ദൂരെ മാറി അവളുടെ നഷ്ടപ്പെട്ട പിങ്ക് നിറത്തിലുള്ള ഷൂസ് ഒരു പെൺകുട്ടി ധരിച്ചിരിക്കുന്നത് അവൾ കണ്ടു. ഈ വിവരം സാറ അലിയോട് പറയുന്നു. ഞാൻ
എന്റെ ഷൂസ് കണ്ടു, എന്റെ നഷ്ടപ്പെട്ട ഷൂസ് എന്റെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കാലിൽ ഞാൻ കണ്ടു. എന്നിട്ട് സാറ എന്ത് ചെയ്യുന്നു? അത് അലിയോട് പറയുന്നു. സാറ അതിനുശേഷം ഈ പെൺകുട്ടിയെ കണ്ടിട്ട് അവൾ അറിയാതെ അവളുടെ പിന്നാലെ പോയി അവളുടെ വീട് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രംഗം കൂടിയുണ്ട്. അതിനുശേഷം അവൾ വന്ന് അലിയോട് പറയുമ്പോൾ അലി പറയുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിക്കൂ. അലി പറയുന്നത് ഇങ്ങനെയാണ്: ഈ വിവരം മറ്റു കുട്ടികൾ ആരും അറിയരുത്. അത് അവൾക്ക്, ആ ചെരുപ്പ് ധരിച്ച പെൺകുട്ടിക്ക് മാനക്കേടുണ്ടാക്കും. എത്രമാത്രം അറിവുള്ള ഒരു വ്യക്തി പറയുന്ന വാക്കുകളാണ് ഇത്, അല്ലെ? ഒരു കൊച്ചുകുട്ടി, 9 വയസ്സുള്ള അലിയാണ് പറയുന്നത്, നീ ചെരുപ്പ് ധരിച്ച ആ കാര്യം മറ്റൊരു പെൺകുട്ടി ധരിച്ച കാര്യം ആരോടും പറയരുത്. അങ്ങനെ പറയുന്നത് ആ പെൺകുട്ടിക്ക് മാനക്കേടുണ്ടാക്കും, മോശമുണ്ടാക്കും. അലിയിലെ നന്മ, അലിയിലെ അറിവ്, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആ ഒരു മനുഷ്യത്വം, അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം എന്നിട്ട് പറയുന്നു. അങ്ങനെ അലിയും സാറയും കൂടി ആ പെൺകുട്ടിയെ അനുധാവനം ചെയ്ത് അവളുടെ വീട് കണ്ടുപിടിക്കുന്ന ഒരു രംഗം ഉണ്ട്. അവർ രണ്ടുപേരും കൂടി ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ആ രംഗം നമ്മുടെ മനസ്സിനെ സ്പർശിക്കുക തന്നെ ചെയ്യും. എന്താണ് അവിടെ സംഭവിച്ചത്? ആ പെൺകുട്ടിയുടെ വീട്ടിൽ എന്താണ് നോക്കാം. അത് ആ കണ്ടുപിടിക്കുന്ന രംഗം നമ്മുടെ ഉള്ളിൽ കരച്ചിലിന്റെയോ ആഹ്ലാദത്തിന്റെയോ തരംഗങ്ങൾ ഉയർത്തുന്നതാണ്. അവർ കണ്ടെത്തുന്ന സത്യം കൂടുതൽ ദുഃഖകരമായ മറ്റൊരു ജീവിതാവസ്ഥയുടെ നിലവിളിയാണ്. അവർ കാണുന്ന ആ രംഗം, ആ പെൺകുട്ടിയുടെ വീട്ടിലെ രംഗം, മറ്റൊരു ജീവിതാവസ്ഥയുടെ നിലവിളിയാണെന്ന് പറയുന്നു. ജീവിതാവസ്ഥയുടെ സന്തോഷമല്ല, നിലവിളി. ഇവിടെ അലിയുടെയും സാറയുടെയും ജീവിതാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അതീവ പരിതാപകരമാണ് അവരുടെ ജീവിതം. പക്ഷെ അവർ കണ്ട ആ പെൺകുട്ടിയുടെ ജീവിതം അതിലും വലിയ പരിതാപകരമാണ്. അങ്ങനെ ഒരു ജീവിതാവസ്ഥയാണ്. ആ കുട്ടിയുടെ പിതാവ് അന്ധനായ ഒരു യാചകനാണ്. അയാൾ ഒരു യാചകനാണ് എന്ന് മാത്രമല്ല, കണ്ണ് കാണാത്ത ആളാണ്. അയാൾക്ക് ചപ്പുചവറുകൾ ഇടുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഷൂസ് ലഭിച്ചത്. അപ്പോൾ നമ്മുടെ സാറയുടെ ഷൂസ് ആ പെൺകുട്ടിക്ക് ലഭിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അവളുടെ പിതാവ് അന്ധനായ ഒരു യാചകനാണ്. അയാൾ അങ്ങനെ ഭിക്ഷയാചിച്ച് നടക്കുന്ന വഴിയിൽ ഒരു ഈ ചപ്പുചവറുകൾ, വേസ്റ്റ് ഒക്കെ ഇടുന്ന സ്ഥലത്ത് നിന്നാണ് ഇതിൽ കിട്ടിയത്. തങ്ങളുടേതിനേക്കാൾ ദയനീയമായ മറ്റൊരു ജീവിതാവസ്ഥ കാണുമ്പോൾ ഈ കുട്ടികൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മറന്ന് സ്വന്തം ഷൂസ് തിരിച്ചു വാങ്ങാൻ മിനക്കെടാതെ, സഹപാഠിയെ അപമാനിക്കാതെ, ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുന്ന രംഗം മനുഷ്യരിലുള്ള വിശ്വാസവും നന്മയിലുള്ള പ്രതീക്ഷയും വർദ്ധിപ്പിക്കും. തീർച്ചയല്ലേ അത്? ഷൂസ് തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ട് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിലെ അവസ്ഥ പരമദയനീയമാണ്. അവളുടെ അച്ഛൻ അന്ധനാണ്, യാചകനാണ്. നമ്മുടെ അലിയുടെയും സാറയുടെയും വീട്ടിലെ ജീവിതാവസ്ഥകളെക്കാൾ പരമദയനീയമാണ്. അതുകൊണ്ട് അവർ എന്തു ചെയ്തു? അവർക്ക് മനസ്സിലായി തങ്ങളുടെ ജീവിതാവസ്ഥയേക്കാൾ ദയനീയമാണ് ആ പെൺകുട്ടിയുടെ ജീവിതാവസ്ഥ. അതുകൊണ്ട് അവർ അവരുടെ ബുദ്ധിമുട്ടുകൾ മറക്കുകയാണ്. മറന്നിട്ട് അവർ ഷൂസ് തിരിച്ചു ചോദിക്കുന്നില്ല. തിരിച്ചു വാങ്ങാൻ നിൽക്കാതെ, ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി പോലും ചോദിക്കാതെ അവളെ അപമാനപ്പെടുത്താതെ, ഒന്നും മിണ്ടാതെ അവർ തിരിച്ചു പോരുകയാണ്. ആ കുട്ടികളിലെ നന്മയൊന്ന് നോക്കൂ. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല, അല്ലെ? എത്രമാത്രം നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകളാണ് അലിയും സാറയും. മനുഷ്യരിലുള്ള വിശ്വാസവും നന്മയിലുള്ള പ്രതീക്ഷയും നമുക്കവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം ജീവിതം കനത്ത മഴയിൽ കുതിർന്നു വിറയ്ക്കുമ്പോഴും മറ്റ് ജീവിതങ്ങളുടെ സങ്കടക്കെട്ടുകളിൽ നിന്ന് പൊഴിയുന്ന കണ്ണീരൊപ്പാൻ ഈ കുട്ടികൾ തയ്യാറാകുന്ന ദൃശ്യങ്ങൾ വളരെ ശക്തമാണ്. ഈ രംഗം ഈ സിനിമയിലെ ഏറ്റവും ശക്തമായ ഒരു രംഗം തന്നെയാണെന്ന് പറയാം. കാരണം ഷൂസ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ അവളുടെ ഷൂസ് വാങ്ങിക്കാനായിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതാവസ്ഥ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ ഷൂസ് വാങ്ങിക്കാതെ തിരിച്ചു പോരുന്ന അലിയും സാറയും, അവർ ചെയ്യുന്നത് കനത്ത മഴയിൽ കുതിർന്ന് വിറയ്ക്കുകയാണെങ്കിലും, നല്ല മഴയിൽ നമ്മൾ വിറച്ചുകൊണ്ടിരിക്കുമ്പോഴും മറ്റുള്ളവരുടെ സങ്കടക്കെട്ടുകളിൽ നിന്നും പൊഴിയുന്ന കണ്ണീരൊപ്പാൻ
തുനിയുന്ന കുട്ടികൾ എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ആ കുട്ടികൾ കനത്ത മഴയിൽ വിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അവർ ദുരിതങ്ങളിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ആ കുട്ടികൾ ജീവിക്കുന്നത്. നമുക്കറിയാം അവരെ കുറിച്ച്. ആ ബുദ്ധിമുട്ടുകൾ അത്രയും ഉള്ളപ്പോഴും അവർ ആ പെൺകുട്ടിയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് അവളുടെ കണ്ണീരൊപ്പുന്നതിന് തുല്യമായി അവരുടെ ഇപ്പോഴത്തെ പ്രവൃത്തി, ഈ ഷൂസ് ചോദിക്കാതെ മടങ്ങിപ്പോന്നത്, അത് വളരെ ശക്തമായൊരു ദൃശ്യം തന്നെയാണ്. ഷൂസിന് വേണ്ടിയുള്ള അവരുടെ തിരച്ചിൽ എവിടെയോ പെയ്തു തീരുന്ന ഒരു സ്വപ്നം പോലെ മാഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ ഷൂസിന് വേണ്ടിയിട്ട് അവർ തിരഞ്ഞ് അവസാനം സ്വന്തം ഷൂസ് കണ്ടുപിടിച്ചിട്ട് പോലും അവർക്കത് ചോദിക്കാനും വാങ്ങിക്കൊണ്ടുവരാനും സാധിക്കാത്ത അവസ്ഥ. അതിനെ താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ് പെയ്തു തീരുന്ന ഒരു സ്വപ്നം പോലെയെന്ന്. സ്വപ്നം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നും രൂപം കൊള്ളുന്ന ഒരു സിനിമ പോലെയുള്ള ചിത്രങ്ങൾ, അത് ഇവിടെ പെയ്തു തീരുന്ന സ്വപ്നം പോലെ അങ്ങനെ മാഞ്ഞു പോവുകയാണ്. അപ്പൊ അവരുടെ പെയ്തു തീരുന്ന സ്വപ്നം പോലെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഷൂസിന് വേണ്ടിയുള്ള അവരുടെ അന്വേഷണം. ഈ പാഠം എഴുതിയിരിക്കുന്നത് VK ജോസഫ് ആണ്. അദ്ദേഹത്തിന്റെ അതിജീവനത്തിന്റെ ചലച്ചിത്ര ഭാഷ്യങ്ങൾ എന്ന കൃതിയിൽ നിന്നുമാണ് ഇതെടുത്തിട്ടുള്ളത്. VK ജോസഫ് ആരാണെന്ന് അറിയാമോ? അദ്ദേഹം പ്രശസ്ത ചലച്ചിത്ര നിരൂപകനും ഫിലിം സൊസൈറ്റി പ്രവർത്തകനും ആണ്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിട്ടും ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള ചീഫ് കോഓർഡിനേറ്റർ ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയെല്ലാമുള്ള VK ജോസഫിന്റെ ഒരു മഹത്തരമായ ഒരു ലേഖന അവതരണം തന്നെയാണ് പ്രസ്തുത പാഠഭാഗം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പോൾ പാഠത്തിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. നമുക്ക് ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.